മാർക്ക് നോക്കാതെ, അതായത് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ കയറാം. ആ എക്സാമാണ് CUT. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രീമിയം ആളുകൾ പഠിക്കുന്നതും ഏറ്റവും വലിയ സെലിബ്രിറ്റികളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതേപോലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. വലിയ വലിയ IASമാർ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ളവരും ഏത് മേഖലയിൽ നിന്നാണ് പഠിച്ചിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയാൻ പറ്റുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. എന്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി പല കുട്ടികളും പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ദൂരേക്ക് എന്തായാലും പാരൻസ് വിടുക, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ ഈ ഒരു പരിസരത്തൊക്കെ കോളേജുകൾ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഭാഗത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ള. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മളിവിടെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കണേ. ഒന്ന്, കേരളത്തിലുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, പോണ്ടിച്ചേരി നേട്ടിട്ടില്ലേ, ആ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യ, അതായത് നമ്മുടെ ദക്ഷിണേന്ത്യ, നമ്മുടെ പ്രദേശത്ത് നമുക്ക് എപ്പോഴും പോയി വരാനും അതായത് അതിനു വേണ്ടിയാണല്ലോ പാരൻസ് ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്കും അത് തന്നെയാണ്, ഇവിടെ ആകുമ്പോൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കുട്ടികൾ തന്നെ ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് 5 എണ്ണമാണ് സൗത്ത് ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇനി ഇവിടെ ഏതൊക്കെയാണ് കോഴ്സുകൾ, ഏതൊക്കെയാണ് കേരളത്തിൽ തന്നെ എവിടെയാണ് ലൊക്കേഷൻ, ഇതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ആദ്യത്തേത് കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണ് പറയുന്നത്. മക്കളെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്, കേരളത്തിലെ കാസർഗോഡിലാണ് എന്തെന്ന് പറയുന്നത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കിടക്കുന്നത്. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതാ BA ഇൻ്റർനാഷണൽ റിലേഷൻസ്, BSc ബയോളജി, പിന്നെ BCom ഫിനാൻഷ്യൽ അനലിറ്റിക്സ്, BCA. ഇത് നമ്മുടെ CUT ടൈപ്പ് ഇംഗ്ലീഷ് പ്ലസ് ഡൊമൈൻ സബ്ജക്ട് പ്ലസ് ജനറൽ ടെസ്റ്റുകളാണ് വരുന്നത്. ഇനി അടുത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതിൽ തന്നെ നമ്മൾ ഇതാണ് സംഭവം കേട്ടോ, നോക്കിക്കേ, ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കർണാടകയിൽ ലൊക്കേഷൻ വരുന്നതും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ പിന്നെ ലൊക്കേഷൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഇനി ഏതൊക്കെ കോഴ്സുകളാണെന്ന് വെച്ചാൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, സൈക്കോളജി, ജിയോഗ്രഫി, പിന്നെ ബിടെക്കിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പിന്നെ BA ഇംഗ്ലീഷ്, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി, ആർക്കിയോളജി, LLB, BBA ഇതൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ടൈപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കർണാടകൻ്റെ കോഴ്സുകൾ. ഇനി അടുത്തത് ഇതാ കർണാടകയുടെ ക്യാമ്പസ് ഒക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുടെ ക്യാമ്പസ് ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി അടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, ഇതിലും അതേപോലെ തന്നെ തിരുവാരൂരാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാത്രമല്ല BSc പ്രോഗ്രാംസുകൾ ഏതൊക്കെ, കെമിസ്ട്രി, ബയോടെക്നോളജി, മാത്സ്, ഫിസിക്സ്, ഈ കാണുന്നതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ BA പ്രോഗ്രാംസ്, അതായത് നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആളുകൾക്ക് എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മാസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ തമിഴ് നമ്മുടെ വകുപ്പിൽ വരുന്നില്ല. BCom പ്രോഗ്രാമുകളും അവിടെ ഉണ്ട്, BBA പ്രോഗ്രാമുകളും ഉണ്ട്. ഓക്കെ ആണല്ലോ, അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടാണ് ഈ കാണുന്നത് പിക്ചർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ പിക്ചറുകളൊക്കെ കൃത്യമായിട്ട് കാണാം. ഇനി അടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ അനന്തപൂർ ആണ്. പിന്നെ അതുപോലെ തന്നെ കോഴ്സസ് ഏതൊക്കെയാണ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ് ആൻഡ് IT, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCom ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ BTech, BA പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, BBA കോഴ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ആ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എന്തൊക്കെയാണ് കോഴ്സ്, അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, CS കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ലൈഫ് സയൻസ്, ബയോ ഇൻഫോർമാറ്റിക്സ്, BA ആണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഫിലോസഫി, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എക്കണോമിക്സ്. ഇനി BCom ഉണ്ട്, BBA ഉണ്ട്. അപ്പോൾ ഇത്ര കോഴ്സുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം? 5 ഇയർത്തെ കോഴ്സുകളും അവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ പോണ്ടിച്ചേരിയിലുണ്ട്. അടിപൊളിയാക്കുക മക്കളെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കും സെറ്റാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. CUTയിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ +2 മാർക്കോ +1 മാർക്കോ യാതൊരുവിധ ബാധകവുമല്ല, സെറ്റാക്കാൻ നമ്മളുണ്ട്. CUTയിൽ ജസ്റ്റ് കുഴപ്പമില്ലാത്തൊരു മാർക്ക് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റും. പിന്നെ ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിൽ എത്താനാണ് നമ്മൾ സഹായിക്കുന്നത് നിങ്ങളെ. ഓക്കെ അല്ലേ? സെറ്റാക്കാം.